ഹലോ ഗായ്സ്, ഞങ്ങളുടെ ഒരു വൈകുന്നേരത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുളിക്കാനുള്ള തയ്യാറെടുപ്പാട്ടോ. വൈകുന്നേരം വരുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിക്കും കേട്ടോ. അവൾ വരുന്നതിന് മുമ്പ് അവളുടെ ബസ് ഒരു 4:45 വരും. അപ്പോൾ അതിനുള്ളിൽ എന്നെ വിളിക്കാൻ വരുമ്പോൾ അമ്മ കുളിച്ചിട്ടേ വരാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരത്തെ പണിയെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് അപ്പം കുളിയെല്ലാം കഴിഞ്ഞ് തലമുടിയൊക്കെ തോന്നി ഭയങ്കര കാറ്റാണ്. എനിക്ക് കുളി കഴിഞ്ഞിട്ട് ഇറങ്ങി നിന്ന് ആ ഒരു തണുത്ത കാറ്റ് പോലെ നല്ല രസം കേട്ടോ. നല്ല തണുപ്പുണ്ട്. പിന്നെ ആ നൈറ്റിയും കൂടി ഇട്ടപ്പോൾ ഒരു സുഖം. ഞാൻ അങ്ങനെ നൈറ്റ് യൂസ് ചെയ്യുന്ന ആളല്ല, പക്ഷേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഈ മഴ സമയത്തൊക്കെ നൈറ്റ് ഇടുന്ന ഒരു പ്രത്യേക ഒരു സുഖം കേട്ടോ. അതിനിടയ്ക്ക് എൻ്റെ ക്യാമറ ചെറുതായിട്ടൊന്ന് താഴെ പോയതാണേ, ആരും കാര്യമാക്കണം. അങ്ങനെ കുളി കഴിഞ്ഞ നനവോടുകൂടി എന്തെങ്കിലും മേത്തിടണമെന്നാണല്ലോ നമ്മുടെ കുഞ്ഞിക്കുഞ്ഞിൽ ദിലീപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ മോയ്സ്ചറൈസർ ക്രീമും സൺസ്ക്രീനും, ഇപ്പോൾ ഒരു ചെറിയ വെയിലുണ്ട്, അതേസമയം മഴമൂടുന്നുണ്ട്. അപ്പോൾ കുളി കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്നതല്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ വയ്ക്കും. അങ്ങനെ ഒരു കുഞ്ഞു പൊട്ടൊക്കെ തൊട്ടു. കുഞ്ഞു പൊട്ടാട്ടോ, കയ്യിലത് ഒട്ടിയിരിക്കുകയാണ്. പിന്നെയും നോക്കുവാണ് ഞാനത് ഒട്ടിയില്ലേന്ന്. അതിനുശേഷം ഞാനൊരു ചെറിയ ലിപ് ബാം ഉണ്ടായിരുന്നു, അത് തേച്ചു. അങ്ങനെ തേച്ചെല്ലാം സെറ്റായി. അവൾ വരുന്ന നേരമായിക്കൊണ്ടിരിക്കുന്നു. 4:30 4:30 കഴിയുമ്പോഴത്തേനും ഞാൻ പതുക്കെ ഇറങ്ങി നടക്കും കേട്ടോ. പതുക്കെ ഞങ്ങളുടെ വഴിയിലൂടെ ഇറങ്ങി അവളെ വിളിക്കാനുള്ള വഴിപ്പാറയിലേക്ക് നടക്കുകയാണ്. റോഡിലേക്ക് ഇറങ്ങിപ്പോകണം, റോഡിലേക്ക് കേട്ടോ. 4:30 4:35 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേനും സ്കൂൾ ബസ് വരും. അവൾക്ക് ഞാൻ വന്ന് വിളിക്കുന്നതാണ് അവളുടെ കംഫർട്ട്. വന്നു കഴിഞ്ഞിട്ട് ആ സ്കൂളിലെ വിശേഷങ്ങൾ ബാഗ് തരാൻ പറഞ്ഞിട്ട് തരികയില്ല, കുറച്ചുകൂടെ കഴിയുമ്പോഴേ തരത്തുള്ളൂ. അങ്ങനെയാണ് അവളെപ്പോഴും അങ്ങനെയാണ് മുമ്പേ. അങ്ങനെ സ്കൂളിലെ യൂണിറ്റ് ടെസ്റ്റ് നടക്കുകയാണ്. യൂണിറ്റ് ടെസ്റ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് പോവാണ്. വീട്ടിലേക്ക് പതിയെ നടക്കുന്നു. വീട്ടിൽ ചെന്ന ഉടനെ നമ്മൾ കുളിക്കുന്നു, കഴിപ്പൊക്കെ കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, എപ്പോഴും നിങ്ങളത് കാണുന്നതാണല്ലോ. പിന്നെ അവൾ അവിടെ കിടന്ന് കാർഡ്ബോർഡും അതും ഇതെല്ലാം വെട്ടിക്കണ്ടിച്ച് ക്രാഫ്റ്റ് വർക്ക്, പടം വര, ഇതൊക്കെ തന്നെ പരിപാടി. കുറേ നേരം കളിയും ചിരിയും എല്ലാം കഴിഞ്ഞ് കുടുംബത്തൊക്കെ കയറി പോയി കഴിഞ്ഞിട്ട് അവൾ പഠിക്കാനൊക്കെ ഇരിക്കത്തുള്ളൂ. ഞാൻ എൻ്റെ വൈകുന്നേരത്തെ പരിപാടികളിലേക്ക് കടന്നു. മീനുണ്ടായിരുന്നു, അത് വറക്കാനിട്ടു. കപ്പയുണ്ടായിരുന്നു. ഈ മീനിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല. അങ്ങനെ കപ്പയുണ്ടായിരുന്നു. അങ്ങനെ കപ്പയൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചു. ഉണ്ടാക്കുന്നില്ല ഇപ്പോൾ, ഉടനെ വൈകുന്നേരം ചൂടോടെ കഴിക്കട്ടെ. മീനൊക്കെ വറുക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ വെളിയിലോട്ട് ഇറങ്ങി. മഴ ഇച്ചിരി മാറി നിന്ന സമയമാണ്. ഇപ്പം മിറ്റമെല്ലാം ചെറിയൊരു വെയിലുണ്ട് കേട്ടോ. അങ്ങനെ മിറ്റമെല്ലാം തൂത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല കാറ്റ് വീശുന്നുണ്ട്. അപ്പോഴും ഞാൻ അവിടെ തെളിച്ചോടെ വെക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് മിറ്റം തൂക്കും കേട്ടോ. മിറ്റെല്ലാം തൂത്തിട്ടു. രാവിലെയല്ല, വൈകുന്നേരങ്ങളാണ് ഇത് തൂക്കാറ്. ഭയങ്കര കാറ്റ് അപ്പോൾ വീശിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റാണ്. നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റ്. മഴ മൂടലും ഉണ്ട്, അതേസമയം വെയിലും ഉണ്ട്, കാറ്റും ഉണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്ത്